കാവട യാത്രയുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകൾക്ക് ശക്തമായ നിർദ്ദേശം നൽകി യു.പി. സർക്കാർ. തീർത്ഥാടകർക്ക് ഹലാൽ ഭക്ഷണം നൽകിയാൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കാവട യാത്ര കടന്നുപോകുന്ന ഇടങ്ങളിലെ ഹോട്ടലുകളിൽ ഉടമയുടെ പേര് എഴുതി വെക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കാവഡ് യാത്ര നടത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുത്താണ് യോഗി സർക്കാരിന്റെ പുതിയ നിർദ്ദേശം. തീർത്ഥാടകർക്ക് ഹലാൽ ഭക്ഷണം നൽകിയാൽ ഹോട്ടലുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. യാത്ര കടന്നുപോകുന്ന പാതയിലുള്ള ഹോട്ടലുകളിൽ അതിന്റെ ഉടമയുടെ പേര് മുന്നിലെ ബോർഡിൽ തന്നെ നിർബന്ധമായി എഴുതണം. ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. മുൻ വർഷങ്ങളിൽ കാവഡ് തീർത്ഥാടകർക്ക് ഹോട്ടലുകളിൽ മാംസാഹാരം നൽകിയതുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനാണ് പുതിയ നിയമം. ബിവറേജസ് ഷോപ്പിലും ഉടമസ്ഥന്റെ പേര് വെക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം യു.പി. സർക്കാരിന്റെ തീരുമാനത്തെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനാണ് പുതിയ നിയമമെന്നാണ് കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും വിമർശനം. ജനം, ഡൽഹി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി എസ് നന്ദഗോപൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നന്ദൻ, ഈ വാർത്തയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഒരു ഹൈന്ദവ തീർത്ഥാടനം കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും ഒരു വർഗീയ ലഹളയിലുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ളൊരു നീക്കമാണ്. അതിനെ ശക്തമായി തടയുകയാണ് യോഗി ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? എന്താണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകാനുണ്ടായ ഒരു പശ്ചാത്തലം? ഐസൻ, ഈ കൻവാർ തീർത്ഥയാത്ര അത് വർഷത്തിൽ ശ്രാവണ മാസത്തിൽ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ, ഹൈന്ദവ വിശ്വാസികൾ വലിയ ആചാരപൂർവ്വം കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ്. വലിയ ഈ ശബരിമല തീർത്ഥാടനം പോലെ അല്ലെങ്കിൽ അതിലും വലിയ രീതിയിലുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്താണ് ഈ കൻവാർ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നത്. അതായത് ഋഷികേശിൽ നിന്നും അതേപോലെ തന്നെ മറ്റും ഈ ഗംഗാജലം ശേഖരിച്ച് ശിവനിൽ അഭിഷേകം ചെയ്യുക, അതാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങ്. നഗ്നപാത നടക്കുന്നു. പലപ്പോഴും വെള്ളവും ഉപ്പും അതേപോലെ തന്നെ ചിലർ ഭക്ഷണവും ഒക്കെ തന്നെ ഉപേക്ഷിച്ച് അത്ര വളരെ കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനത്തോടു കൂടി നടക്കുന്ന ഒരു വലിയ ആചാരപൂർവമായ ചടങ്ങാണ്. അത് 22-ാം തീയതി നടക്കാനിരിക്കുന്നു. എന്നാൽ മുൻ വർഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും മറ്റും ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം അവിടെ ഈ ഹലാൽ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതേപോലെ തന്നെ ബോർഡുകൾ ഈ ഹോട്ടലുകളുടെയും അതേപോലെ തന്നെ വഴിയോര കടകളുടെയും അതേപോലെ തന്നെ വഴിയോരങ്ങളിൽ വണ്ടി വെച്ച് കച്ചവടം ചെയ്യുന്നവരൊക്കെ തന്നെ അവരുടെ ഹോട്ടൽ ബോർഡുകളിൽ ബാവ ദാബ എന്നൊക്കെ കണ്ടേക്കാം, അല്ലെങ്കിൽ ശിവ ദാബ എന്നൊക്കെ കണ്ടേക്കാം. പക്ഷേ അത് നടത്തുന്നത് അതിൻ്റെ ഉടമകളും അതേപോലെ തന്നെ അവിടുത്തെ തൊഴിലാളികളും എല്ലാം തന്നെ ഇതര മുസ്ലിം മത വിശ്വാസികളായിരിക്കും. അതേപോലെ തന്നെ അവിടെ മറ്റ് മാംസാഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. അങ്ങനെ ഈ തീർത്ഥയാത്രയിൽ പാലിക്കേണ്ടതായിട്ടുള്ള ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും മുൻ വർഷങ്ങളിലൊക്കെ തന്നെ സംഘർഷങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം അത്തരം തർക്കങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും പോകേണ്ട എന്നുള്ള സദുദ്ദേശത്തോടു കൂടിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അതിനു മുമ്പ് മുസാഫിർ നഗർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഈ ഹോട്ടലുകൾക്കും വഴിയോര കച്ചവടക്കാർക്കും തട്ടുകടകൾക്കും ഒക്കെ തന്നെ നൽകിയിരുന്നു. അവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി ബോർഡിൽ പ്രദർശിപ്പിക്കണം. എന്നാൽ അതിന് എതിരെ പ്രതിഷേധം വന്നതോടുകൂടി പോലീസ് ഈ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി തന്നെ വീണ്ടും രംഗത്തെത്തി അത് കൃത്യമായി തന്നെ പാലിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആ തീർത്ഥയാത്രയുടെ പവിത്രത ലംഘിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള കച്ചവടങ്ങളും അനുവദിക്കില്ല. മാത്രമല്ല ഇത്തരം പ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ഇത്തരം കച്ചവട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലുകളാണേലും തട്ടുകടകളാണേലും വഴിയോര കച്ചവടങ്ങൾ അല്ലെങ്കിൽ വണ്ടികളിൽ കച്ചവടം നടത്തുന്നവർ അവരുടെ പേര് വിവരങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം. അതിൻ്റെ ഉടമ ആരാണെന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തണം. മൊബൈൽ നമ്പർ രേഖപ്പെടുത്തണം. ഒരു QR പ്രത്യേകം അതിന് സ്കാൻ ചെയ്യുന്ന രീതിയിൽ ഒരു ബാർകോഡ് രൂപീകരിച്ച് ഒരു QR കോഡ് രൂപീകരിച്ചുകൊണ്ട് അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് അത് സ്കാൻ ചെയ്യുന്നതിലൂടെ ആ ഹോട്ടലിൻ്റെ നടത്തിപ്പുകാരൻ ആരാണെന്നുള്ളത് വ്യക്തമാകുമെന്നുള്ളത് ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. വലിയ പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് വന്നു. ഇതിനോടകം തന്നെ പ്രിയങ്ക ഗാന്ധി എക്സിൽ വിമർശനങ്ങൾ കുറിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 17
വിരുദ്ധമായിട്ട് ആർട്ടിക്കിൾ 17 വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ സമാജ്വാദി പാർട്ടി ഇതിനെ ശക്തമായി എതിർക്കുന്നു. മറ്റ് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും തന്നെ ഉയർന്നിരുന്നു. മാത്രമല്ല സഖ്യകക്ഷികളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഏതായാലും ഉത്തർപ്രദേശ് സർക്കാർ ഈ ഒരു ഉത്തരവിൽ ഉറച്ചു നിൽക്കുന്നു. ഈ ഒരു തീർത്ഥാടനത്തിൻ്റെ പവിത്രത അത് നഷ്ടപ്പെടുത്തരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ തീർത്ഥയാത്ര പോകുന്ന വഴിയിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകളൊക്കെ തന്നെ അവരുടെ ഐഡന്റിറ്റി, അവരുടെ മേൽവിലാസം അല്ലെങ്കിൽ അവർ ആരാണ് എന്നുള്ളത് വ്യക്തമാക്കണമെന്നുള്ളത് പ്രധാനമായും സൂചിപ്പിച്ചത്. ശരി നന്ദൻ.